ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഓഡിയോ ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ക്ലാസ് എ ബി ആംപ്ലിഫയറുകളൊക്കെ ആയിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് എ ബി ആംപ്ലിഫയറുകളൊക്കെ മിക്കവാറും ഏത് വാട്ടേജിലും നമുക്ക് കിട്ടും. ഏറ്റവും കുറഞ്ഞ വാട്ടേജ് മുതൽ അത്രയ്ക്കും ഹൈ പവർ ആയിട്ടുള്ള ബോർഡുകളുമൊക്കെ ഈ ക്ലാസ് എ ബിയിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ക്ലാസ് ഡി ആ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 വാട്ട് മുതൽ ഒരു 100 വാട്ട് വരെയുള്ള ആ ഒരു വാട്ടേജിലുള്ള ആംപ്ലിഫയർ ബോർഡുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. അതായത് ഇതൊരു 50 വാട്ട് പ്ലസ് 50 അല്ലെങ്കിൽ 100ൻ്റെ മോണോ അങ്ങനെയുള്ള ബോർഡുകളൊക്കെയാണ്. ഇതും നല്ല ബോർഡുകളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ പരമാവധി ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 100 വാട്ടൊക്കെ ആയിരിക്കും നമുക്ക് മാക്സിമം കിട്ടുക. അതിന് കൂടുതൽ വാട്ട് ഔട്ട്പുട്ട് തരുന്ന ക്ലാസ് ഡി ബോർഡുകളൊക്കെ വളരെ അപൂർവമാണുള്ളത്. ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ സൈസൊക്കെ വളരെ ചെറുതായിരിക്കും, പക്ഷേ നല്ല ക്വാളിറ്റി. ക്ലാസ് എ ബിയേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ക്ലാസ് ഡി തന്നെയാണ്. ക്ലാസ് ഡി ആംപ്ലിഫയറിന് കുറച്ചും കൂടി ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാകും. ഓഡിയോ സ്ട്രെങ്ത് കുറച്ചും കൂടി കൂടുതൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ക്ലാസ് എ ബിയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഹീറ്റാകും ഒന്ന്. രണ്ടാമത് കുറച്ച് സൈസും വലുതായിരിക്കും. അതിന് നല്ലൊരു കൂളിംഗ് ഫാനൊക്കെ കൊടുത്ത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ക്ലാസ് എ ബി ചെയ്യുന്നത്. പക്ഷേ ക്ലാസ് ഡി ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ക്ലാസ് ഡി ചെയ്യാൻ പറ്റും. പക്ഷേ അധികം ഔട്ട്പുട്ട് കിട്ടുന്ന ബോർഡുകൾ ഇപ്പോൾ നല്ല ബോർഡുകളൊന്നും അവൈലബിൾ അല്ല. എന്നാൽ ഒരു 400 വാട്ട് RMS വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന, അത് സ്റ്റീരിയോ രണ്ടെണ്ണം ഉപയോഗിച്ചാൽ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, സിംഗിൾ ആണെങ്കിൽ നമുക്ക് മോണോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലത്തെ ഉള്ള ഒരു ഇന്ത്യൻ മെയ്ഡ് അടിപൊളിയായിട്ടൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടില്ലേ, ഇതാണ് ആ ക്ലാസ് ഡി ബോർഡ്. RBL Plus എന്നാണ് ഈ ബോർഡിൻ്റെ പേര്. RBL Plus ആണ് ഇതിൻ്റെ മാനുഫാക്ചർ. ഇത് ട്രൂലി ഒരു ഇന്ത്യൻ മെയ്ഡ് സാധനമാണ്. ഇത് ചൈനീസ് പ്രോഡക്റ്റ് ഒന്നും അല്ല, ഇന്ത്യൻ മെയ്ഡാണ്. ഇത് വലിപ്പം കണ്ടിട്ട് ഇത് ചെറുതാണ്, നിസ്സാരക്കാരാണെന്ന് വിചാരിക്കേണ്ട. ഇത് വളരെ പവർഫുള്ളാണ്. ഇത് 100 വാട്ടല്ല, 200 വാട്ടല്ല, 400 വാട്ട് ട്രൂ RMS ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഒരു ക്ലാസ് ഡി ബോർഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ബോർഡ്, ഇതിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഇതാണ് RBL Plusൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡ്. ഇത് സബ് വൂഫറിനും അതുപോലെ തന്നെ സ്റ്റീരിയോ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. 400 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് വരുന്നത്. 400 വാട്ട് RMS വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബിൽഡ് ക്വാളിറ്റിയിൽ അസാധ്യ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ കമ്പോണൻ്റ് ഒക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിക്കാണ്. ഇത് സിംഗിൾ സൈഡ് PCB ആണ്, പക്ഷേ എങ്കിലും ഇതിൻ്റെ ആ ഒരു കമ്പോണൻ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരിത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സോൾഡറിങ് ഒന്നും വരുന്നില്ല. എല്ലാം ഇതുപോലെ കണക്ഷൻ ജാക്കുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ഇതൊക്കെ വെച്ച് അസംബിൾ ചെയ്യാനും നല്ല ഈസി ആയിരിക്കും നമുക്ക്. സാധാരണ ഈ ക്ലാസ് ഡി ആംപ്ലിഫയറുകളൊന്നും റിപ്പയറബിൾ ആയിട്ടുള്ളതൊന്നുമല്ല. പക്ഷേ ഇത് നമുക്ക് റിപ്പയർ ചെയ്ത് പിന്നീടും ഉപയോഗിക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. ഇത് ട്രൂലി ഒരു ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എപ്പോഴും ഇതിനുണ്ടാവും. ഇതിനകത്ത് ഇരിക്കുന്നത് 2 എണ്ണം ഇതിൻ്റെ മോസ്ഫെറ്റ് ആണ്. ഈ മോസ്ഫെറ്റിൻ്റെ നമ്പർ IRP 260 ആണ്. എല്ലാ സ്റ്റോറിലും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ഈ IRP 260. അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാഴ്ചക്കെല്ലാം നല്ല ഭംഗിയായിട്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ വെച്ച് നമ്മൾ ഹോം തിയേറ്ററൊക്കെ ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പേസ് ലാഭിക്കാൻ പറ്റും.
കാരണം ഇത് ഹീറ്റ് സിങ്ക് ഇല്ലാത്തത് കൊണ്ട് ഇതിപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ക്യാബിനകത്തേക്ക് 4, 5, 6, 10 ബോർഡ് വരെ വളരെ ഈസി ആയിട്ട് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ എയർ വെന്റിലേഷൻ എന്ന് വെച്ചാൽ ഇത് കൂളിംഗ് ഫാനേ ആവശ്യമില്ല, കാരണം ഇത് ക്ലാസ് ഡി ആയതുകൊണ്ട് അത്ര വലിയ ഹീറ്റ് അത്രയ്ക്കും നല്ല തീരെ ഹീറ്റ് കുറവായിരിക്കും ഇതിന്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നോയ്സ് ഫ്രീ ആയിട്ടുള്ളൊരു വർക്കിംഗ് ഒക്കെ ആയിരിക്കും സാധാരണ ഇങ്ങനെയുള്ള ക്ലാസ് ഡി ബോർഡുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിൻ കണക്ഷനുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ പവർ ഇൻപുട്ട് നമുക്ക് കൊടുക്കേണ്ടത്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഒരു 24 to 45 വോൾട്ട് DC ആണ് റെക്കമെൻഡഡ് പവർ സപ്ലൈ അവർ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു 45 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 400 വാട്ട് ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് 1, 2 JBL 1500 ഒക്കെ ഒരു 2 എണ്ണമൊക്കെ വെച്ച് നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. ഒരു പ്രോബ്ലം ഇല്ല. ക്ലാസ് ഡി ആയ കാരണം 4 ohms താഴെ ആയാലും നോ ഇഷ്യൂ, നല്ല പവർ തന്നെ നമുക്കിതിനകത്ത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന പവർ റെക്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് നമുക്കിവിടെ DC ആയിട്ട് ഡ്യുവൽ സപ്ലൈ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഈ പോയിൻ്റ് ഇവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് സബ് വൂഫർ ആയോ അല്ലെങ്കിൽ മറ്റ് സ്പീക്കേഴ്സ് ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. പിന്നെ ഈ പോയിന്റിൽ നിന്നാണ് ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കേണ്ടത്. എല്ലാം കണക്റ്റേഴ്സാണ്, വളരെ സിമ്പിൾ വയറിംഗ് ആണ്. ആക്ച്വലി ഇതൊരു മോണോബോർഡ്, അത് സ്റ്റീരിയോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഇനി ഒരു ബോർഡും കൂടി വേണം. എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ സബ് വൂഫർ മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ ബോർഡ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി 2.1 ആണെങ്കിൽ ഇതുപോലത്തെ 3 ബോർഡ്, ഒന്ന് ലെഫ്റ്റിനും ഒന്ന് റൈറ്റിനും അതുപോലെ തന്നെ ഒന്ന് സബിനുമായിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ നമ്മൾ 2.1 ആയി. ഇത് 2.1 ഇതൊക്കെ ഹെവി 2.1 ആയിരിക്കും, മനസ്സിലായില്ലേ? ഭയങ്കര ഹെവി 2.1 ആയിരിക്കും. ഇതിൻ്റെയൊക്കെ സ്പീക്കർ പാക്കേജ് ചെയ്യാൻ വെച്ചാൽ നല്ല എമൗണ്ടും വരും. അതിന് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ബോർഡാണ് ഇതിനകത്ത് വരുന്നത്. കൊള്ളാം, നല്ലതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഇതൊരു സബ് വൂഫർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇതിനകത്തേക്കൊരു ലോ പാസ് ഫിൽറ്റർ കൂടെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അത് ഏത് ടൈപ്പ് ലോ പാസ് ഫിൽറ്ററും നമുക്ക് ഉപയോഗിക്കാം. അതായത് സബ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ ഏത് ടൈപ്പ് ഏത് ബ്രാൻഡ് വേണം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മാച്ചിങ്ങിൽ RBL+ തന്നെ ഇതേ ബ്രാൻഡ് തന്നെ ഇതിന് കറക്റ്റ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സബ് വൂഫർ ബോർഡ് ഇറക്കിയിട്ടുണ്ട്. അതാണിത് ഈ കാണുന്നത്. ഇതും വളരെ സൈസ് ചെറുതാണ്. കംപ്ലീറ്റ് SMD ഉപയോഗിച്ചിട്ടുള്ള ഒരു സബ് വൂഫർ ഫിൽറ്റർ ബോർഡാണ്. ഇതും ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പവർ സപ്ലൈ ഒന്നും ഉണ്ടാകാൻ നടക്കണ്ട. അതായത് ഈ സബ് വൂഫർ ആമ്പില്ലേ, ഈ സബ് വൂഫർ ആമ്പ് ഇതിന് ഉപയോഗിക്കുന്ന അതേ പവർ സപ്ലൈ തന്നെ നമുക്ക് ഈ സബ് വൂഫർ ഫിൽറ്റർ ബോർഡിനും ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വരുന്ന 45 ആയാലും അത് ഇതിന് പവറായിട്ട് നമുക്ക് കൊടുക്കാം. ഇതിന് ഇൻപുട്ടും കൊടുക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്ക് ഈ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോളിയം കൺട്രോൾ ത്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സബ് വൂഫറായി മാറി. ഇത്ര മാത്രമേ വേണ്ടൂ. അതായത് ഈ സബ് വൂഫർ ഫിൽറ്റർ, ഈ സബ് വൂഫർ ആമ്പ്, പിന്നെ ഇതിന് പവർ അപ്പ് ചെയ്യാനുള്ള ഒരു ട്രാൻസ്ഫോമർ റെക്ടിഫിക്കേഷൻ, ഇത്ര മാത്രമാണ് ഒരു സബ് വൂഫർ ആംപ്ലിഫയറിന്. അത് 400 വാട്ടിൻ്റെ സബ് വൂഫർ ആംപ്ലിഫയറിന് ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ സബ് വൂഫർ ഫിൽറ്റർ ബോർഡ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഇവിടെയാണ്, ഈ പോയിന്റിലാണ് ഇതിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത്. അതായത് നോർമൽ ഒരു സ്റ്റീരിയോയുടെ ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാം. അല്ല എങ്കിൽ ഇനി വേറെ ഏതെങ്കിലും AVR അല്ലെങ്കിൽ പ്രീ ഔട്ട് സബ് LPF ഔട്ട് കിട്ടുന്നതാണെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ പാരലായിട്ട് കൊടുക്കാം. ഇവിടെയാണ് പവർ സപ്ലൈ കൊടുക്കേണ്ടത്. ഈ പോയിന്റിൽ ഇവിടെ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. പിന്നെ ഈ രണ്ട് പ്രീസെറ്റ് അത് കൊടുത്തിട്ടുണ്ട്. ഈ 2 പ്രീസെറ്റ് എന്ന് വെച്ചാൽ ഒന്ന് ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഒരു കൺട്രോൾ 2 പ്രീസെറ്റ് കൺട്രോൾസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് വയർ ചെയ്ത് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 2 ബോർഡിന് നമ്മൾ പവർ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 26 വോൾട്ട് 10 ആമ്പിയർ. ഇത് 26 വോൾട്ട് 10 ആമ്പിയറുടെ ഒരു ട്രാൻസ്ഫോമറാണ്. ഇതാണ് നമ്മുടെ റെക്ടിഫയർ. ഇതും പ്രോജക്റ്റ് വണ്ടിയേഴ്സിൽ തന്നെ നമ്മുടെ തന്നെ പ്രോഡക്റ്റാണ്. ഒരു ആംപ്ലിഫയറിന് എന്തെല്ലാം പവർ സപ്ലൈ വേണോ അതെല്ലാം ഈ ഒരു ഒറ്റ ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് പവർ സപ്ലൈ എടുത്തിട്ടാണ് നമ്മൾ ഈ ബോർഡിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ നിന്നും ഈ ഒരു റെക്ടിഫയർ ബോർഡിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ 3 വയർ. ഇതിലാണ് നമുക്ക് ഡ്യുവൽ പവർ സപ്ലൈ നമുക്ക് വരുന്നത്. നമ്മൾ
ഇതുപോലെയുള്ള ഏത് ഒരു പവർഫുൾ ആയിട്ടുള്ള ബോർഡ്, ഡ്യുവൽ പവർ സപ്ലൈ വരുന്ന ഇപ്പോൾ ഈ IC സർക്യൂട്ട് ആയിക്കോട്ടെ, ഇതുപോലെ ക്ലാസ് ഡി ആയിക്കോട്ടെ, ഏതായാലും നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് നമ്മൾ ഈ 3 വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ, അതായത് പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട്, ഇങ്ങനെ 3 വയറുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഈ പവർ സപ്ലൈ ഒന്ന് ഓൺ ചെയ്യാം. പവർ സപ്ലൈ ഓണായി. അപ്പോൾ നമ്മളെന്തായാലും ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പവർ സപ്ലൈയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പവർ സപ്ലൈ ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ബോർഡിലേക്ക് കൊടുക്കാറുള്ളൂ. അല്ല, അങ്ങനെയല്ല ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് ഈ 3 വയറുകൾ കൊണ്ട് അതിൽ കൊണ്ട് സോൾഡർ ചെയ്യരുത്. അതിന് മുമ്പ് ഒരു പണിയുണ്ട്. നമ്മൾ ഇതുപോലൊരു ബൾബ്, ഒരു ഫിലമെൻറ്റ് ബൾബ് നമ്മൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പവർ ഓഫ് ചെയ്തു. ഇപ്പോൾ ഈ കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന പവർ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിലമെൻറ്റ് ബൾബ് എടുത്തിട്ട് അതിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ 2 വയറിൽ ഈ ഇതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്ത് കളയണം. അതായത് ഇപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടേക്കുവാണ്. നോക്കി, ബൾബിലേക്ക് നോക്കിയോ, ബൾബ് ഉണ്ടോ, ഇതിനകത്തുണ്ടായിരുന്ന അത്രയും സ്റ്റോർ ചെയ്യുന്ന വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്ത് കംപ്ലീറ്റും ഇപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ഇല്ല. ഈ ഒരു കണ്ടീഷനിൽ വേണം നമ്മൾ ഏതൊരു ആംപ്ലിഫയറിലും പവർ കൊടുക്കാനാണ്. ഇതും ഡ്യുവൽ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്ന ഏതൊരു ആംപ്ലിഫയറിനതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ബോർഡിലേക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബോർഡിൻ്റെ വയറിംഗ് കണക്ഷൻ എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ട്രാൻസ്ഫോമർ 26 വോൾട്ട് 10 ആംസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നേരെ ഈ റെക്ടിഫയർ ബോർഡിൽ വരുന്നു. ഇതിൽ നിന്ന് വരുന്ന ഡ്യുവൽ പവർ സപ്ലൈ നമ്മൾ ഈ ബോർഡിലേക്ക് നമ്മളിവിടെ പവർ സപ്ലൈ ഇൻപുട്ടായിട്ട് കൊടുത്തു. പിന്നെ ഒരു ടവർ സ്പീക്കർ, സിംഗിൾ ചാനലാണ്, അതുകൊണ്ട് ഒരു ടവർ സ്പീക്കർ നമ്മൾ ഈ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു USB മോഡ്യൂള് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന് ഒരു വോളിയം കൺട്രോളും ഇവിടെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. ഇത് USB-ക്കുള്ള പവർ സപ്ലൈ ഇത് ഇവിടെ നമ്മുടെ ഈ ബോർഡിൽ നിന്ന് 5 വോൾട്ട് റെഗുലർ ഔട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പോൾ ടക്ന്നൊരു സൗണ്ട് വന്നു. അപ്പോൾ ആക്ച്വലി ഇതിനൊരു ഡിലേ വിത്ത് ഒരു പ്രൊട്ടക്ഷൻ ഈ ബോർഡിന് വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയുള്ള അൺവാണ്ടഡ് നോയ്സുകളൊക്കെ ഒഴിവായി കിട്ടും. ഇപ്പോൾ ആക്ച്വലി ഞാനിത് ബ്ലൂടൂത്ത് ഇത് ഫോണുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Oh. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് വെറും ഒരു USB മോഡ്യൂൾ. ഇതിൻ്റെ വളരെ ചെറിയൊരു പ്രീ ഔട്ട് ഒരു വോളിയം കൺട്രോൾ ത്രൂ എടുത്തിട്ട് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഓഡിയോ ക്വാളിറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ഓഡിയോ ക്വാളിറ്റി തന്നെ ഇതിനുണ്ട്. ബേസും അതുതന്നെ ബേസ് റെസ്പോൺസും അതുപോലെ ട്രിബിളും എല്ലാം നന്നായിട്ട് ഉണ്ട്. അതായത് അതിൻ്റെ ഒറിജിനൽ ഫയൽ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഇത് അല്പം പോലും ഹീറ്റ് ഇതിൽ വരുന്നില്ല. കാരണം നമ്മൾ അത്രയ്ക്ക് വലിയ വോളിയത്തിൽ വെച്ചില്ല. അത്രയ്ക്ക് വലിയ വോളിയത്തിൽ ഞാൻ വെച്ച് ചെക്ക് ചെയ്തിരുന്നു. പക്ഷേ അത്രയും വോളിയത്തിൽ നമുക്കിവിടെ ഓഡിയോ നന്നായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കരതായിരിക്കും. അപ്പോൾ ഒരു മീഡിയം സൗണ്ടിലാണ് ഇപ്പോൾ വെച്ചത്. നല്ല ക്വാളിറ്റി ഓഡിയോ. ഇനി നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്കൊരു സബ് വൂഫർ, നമ്മുടെ ഈ സബ് വൂഫർ ഫിൽറ്റർ ഇല്ലേ,
ഈ സബ് ഊഫർ ഫിൽറ്റർ കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഇതിൻ്റെ സ്പീക്കർ ഔട്ട് മാറ്റിയിട്ട് നമുക്കൊരു സബ് ഊഫർ തന്നെ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പവർ സപ്ലൈ അല്ല, അതുപോലെ തന്നെ ഈ USB മോഡ്യൂൾ ഇതിൻ്റെ ഔട്ട് നേരെ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് ഈ സബ് ഊഫർ ഫിൽറ്റർ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സബ് ഊഫർ ഫിൽറ്റർ ബോർഡിൻ്റെ ഔട്ടാണ് നമ്മൾ നമ്മുടെ ആമ്പിൽ കണക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആമ്പിൻ്റെ ഔട്ടിലേക്ക് ഒരു സബ് ഊഫർ കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതായതുണ്ടല്ലോ ഈ സൗണ്ട് പ്രഷർ ഇങ്ങ് വന്നിട്ടുണ്ടല്ലോ, സബ് ഊഫർ 12 ഇഞ്ചിൻ്റെ സബ് ഊഫറാണ്. ഈ സൗണ്ടിൻ്റെ ആ ഒരു പ്രഷർ ഇങ്ങ് വന്നിട്ട് മൊത്തത്തിലൊരു കിടുക്കം വൈബ്രേഷൻ അല്ല, എന്താ പറയണേ, ശരിക്കും ഒരു ബോഡി ഷെയ്ക്കിംഗ് ആയിട്ടുള്ള ആ ഒരു എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പവറിൽ വരുന്നത്. ഈ ലോ പാസ് ഫിൽറ്റർ നല്ലതാണ്, ഫ്രീക്വൻസിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് റെഡിയാവും. ഞാനത് ഒന്നും ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ഈ ഒരു പെർഫോമൻസ് തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സുഖമായിട്ട് 2 JBL ഈസിയാണ് ഇത് റൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കാം. ഇങ്ങനെ ഡ്രസ്സൊക്കെ കിടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ്. നല്ല ബോർഡാണ്. ഹീറ്റ് ഇതിപ്പോൾ 20 നല്ല വോളിയത്തിൽ വെച്ചിട്ടുണ്ട്. യാതൊരു ഇതിൻ്റെ ആ ഒരു നോർമൽ ടെമ്പറേച്ചർ പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ കറക്റ്റായിട്ട് തന്നെയാണ് ഇത് ഇതിൻ്റെ വർക്കിങ്. ഒരു ബീറ്റ് വരുന്നത് വരെ ഞാൻ കാത്തു. ഇപ്പോൾ നല്ല ബോർഡുണ്ട്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നൊരു കാര്യമൊന്നുമില്ല. നല്ല സബ് ഊഫർ ബോക്സ് തന്നെ ഉണ്ടാക്കേണ്ടി വരും. സാധാരണ ഒരു സ്പീക്കേഴ്സ് ലെഫ്റ്റ് റൈറ്റിന് വേണ്ട സ്പീക്കർ സെറ്റപ്പ് എങ്ങനെ ചെയ്താലും അതിനകത്ത് നമുക്ക് ഏകദേശമൊക്കെ കിട്ടും. പക്ഷേ സബ് ഊഫറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സബ് ഊഫർ കറക്റ്റ് സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യമാണ്. അത് നല്ല സബ് ഊഫറൊക്കെ തന്നെ കണക്ട് ചെയ്യണം. എന്നാലാണ് നമ്മൾ ഇതുപോലെ നല്ലൊരു ബോർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ഓവർ ഈ 2 ബോർഡും ഒന്നും പറയാനില്ല. എനിക്ക് ചെറിയൊരു ഡൗട്ട്, എന്തെങ്കിലും നോയ്സ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാ പ്രതീക്ഷയും അവസാനത്തായി നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്, ഒരുവിധ നോയ്സും ഇല്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു ടേബിളിൻ്റെ മുകളിൽ വെറുതെ ചെയ്തിട്ടേക്കുന്നതല്ലേ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണൊക്കെ ചിലപ്പോൾ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയല്ലോ ചെയ്യണത്, നമ്മളൊരു ക്യാബിനകത്ത് സെറ്റായിട്ടല്ല ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ നോയ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചത്. പക്ഷേ നോയ്സ് ഒന്നുമില്ല, പക്ക ക്ലീനാണ്, പക്ക സൈലൻസ് ആണ്, ഒരു ഇഷ്യൂ ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള PCB കാര്യങ്ങൾ. ഇത് രണ്ടും വാങ്ങി ഇപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡ് വാങ്ങുവാണെങ്കിൽ സബ് ഊഫർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സബ് ഊഫറിൻ്റെ ഇതേ സെയിം ഫിൽറ്റർ കൂടി ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മാനുഫാക്ചറർ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കൊറിയറായിട്ട് വീട്ടിൽ ലഭിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.